പുതുവർഷത്തിലെ ആദ്യ വാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുത്തൻ പ്രതീക്ഷകളോടെയാണ് 2026 ലോകം വരവേറ്റത്. പക്ഷേ പുതിയ സംഘർഷങ്ങളോടെയാണ് ഈ വർഷം തുടങ്ങിയതെന്ന് മാത്രം. ഇറാനിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പടപ്പുറപ്പാടുകളും ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നു. ഉത്തര കൊറിയയിലെ നേതൃമാറ്റത്തെക്കുറിച്ചും വിശദമായി പറയാനുണ്ട്. പുതുവർഷത്തിലെ ലോകക്കാഴ്ചകളുമായി ഒരിക്കൽ കൂടി ഭൂലോകത്തിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാനിൽ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നു. ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വീണ്ടും കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി നയതന്ത്ര തലത്തിലും സൈനിക മുന്നറിയിപ്പിലേക്കും വരെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇറാനെ കാത്തിരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് മറ്റൊരു സംഘർഷത്തിന് വഴി തുറക്കുന്നു. രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ കടയുടമകൾ തെരുവിലിറങ്ങിയതോടെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. പിന്നാലെ കുറഞ്ഞത് 10 സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേർന്നതോടെ ഇത് ഒരു വ്യാപക ജനകീയ പ്രസ്ഥാനമായി മാറി. പല നഗരങ്ങളിലും വിപണികൾ അടച്ചിടപ്പെട്ടു. ഇതിനിടയിൽ തണുപ്പിനെ തുടർന്ന് അധികൃതർ പൊതു അവധി പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഏതാണ്ട് സ്തംഭിച്ച നിലയിലായി. ഒരാഴ്ചയായി സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ദേശീയ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും ദുർബലമായ സാമ്പത്തിക വളർച്ചയും വിലക്കയറ്റവും ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡിസംബറിൽ ഇറാനിലെ പണപ്പെരുപ്പം 42.5% ഉയർന്നിരുന്നു. ഇതിനിടെ പ്രസിഡന്റ് മസൂദ് പെഷേക്കിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ സിവിലിയൻ സർക്കാർ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനകളും നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നും അതിനു പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഇറാനിലെ അന്വേഷണ ഏജൻസികൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊസാദിലേക്കും CIA തന്നെയാണ് അന്വേഷണ സംശയങ്ങളുടെ മുന നീളുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലാണ്. 1979 വിപ്ലവം മുതൽ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തോടുള്ള പ്രതിഷേധമോ നിരാശയോ അല്ല പ്രതിഷേധത്തിന് പിന്നിലെന്നും റിയാലിന്റെ അനിയന്ത്രിതമായ മൂല്യത്തകർച്ചയാണ് പ്രതിഷേധങ്ങൾക്ക് പ്രേരകമായതെന്നുമാണ് കരുതുന്നത്. കറൻസിയുടെ മൂല്യത്തകർച്ച മാത്രമല്ല ഇറാൻ നേരിടുന്ന വെല്ലുവിളി. പണപ്പെരുപ്പം ഏകദേശം 50%-ലാണ് എത്തി നിൽക്കുന്നത്. വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. ഇതിനു പുറമെ ഇറാൻ രൂക്ഷമായ ഊർജ പ്രതിസന്ധി നേരിടുന്നു. ടെഹ്റാനും മറ്റ് പല വലിയ നഗരങ്ങൾക്കും വെള്ളം നൽകുന്ന മിക്ക അണക്കെട്ടുകളും കടുത്ത ജലപ്രതിസന്ധിക്കിടയിൽ ഏതാണ്ട് ശൂന്യമായ നിലയിലാണ്. ഈ അവസരം മുതലെടുത്ത് ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാനാണ് അമേരിക്ക ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുമെന്ന വാശിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ. പശ്ചിമേഷ്യയിൽ സമാധാനമെന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കച്ചവടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ സാഹചര്യം അനുകൂലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.
അതിൻ്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയും കഴിഞ്ഞു. ഇറാനെ ആക്രമിച്ചു കീഴടക്കാൻ പറ്റില്ലെന്ന് ബോധ്യമായതോടെ ആഭ്യന്തര സംഘർഷമുണ്ടാക്കി ആ രാജ്യത്തെ തകർക്കാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. സാംസ്കാരികമായും രാഷ്ട്രീയമായും സുരക്ഷാപരമായും അമേരിക്കയും ഇസ്രായേലും നിരന്തരം ഇറാനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 6 മാസം മുമ്പ് നടന്ന ഈ രാജ്യങ്ങളുടെ ആക്രമണത്തെയും അട്ടിമറി ശ്രമത്തെയും അതിജീവിച്ച ഇറാൻ ഈ പുതിയ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്ന് തന്നെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും കരുതുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇറാനിൽ സർക്കാർ വിരുദ്ധരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം മൂലം ബുദ്ധിമുട്ടുമ്പോഴും രാജ്യ താൽപര്യം മുൻനിർത്തി മുട്ടുമടക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇത് തന്നെയാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷത്തിനും വഴിമരുന്നിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് കൂടെ നിന്നിട്ടും ഇറാന്റെ പോരാട്ട വീര്യത്തെ കീഴടക്കാൻ ഇക്കാലമത്രയും നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ വക്താവായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ അത് സത്യത്തിൽ മേഖലയിലെ സമാധാനത്തിന് തിരിച്ചടിയാണുണ്ടാക്കുന്നത്. ശത്രുത പുനരാരംഭിക്കാനുള്ള വാതിൽ എപ്പോഴും തുറന്നിടുക എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം. ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ നെതന്യാഹുവിന് വ്യക്തമായ സ്വാർത്ഥ താൽപര്യങ്ങളുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വലതുപക്ഷ ഭരണകൂടത്തെ നയിക്കുന്ന നെതന്യാഹു എപ്പോൾ വേണമെങ്കിലും തന്റെ സഖ്യം തകരുമെന്നും അധികാരം നഷ്ടപ്പെടുമെന്നും ഭയക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം അഴിമതി വിചാരണകളിൽ നിന്നും ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യുദ്ധത്തെ ഒരു മറയാക്കി മാറ്റാനുള്ള നീക്കം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തീ കൊളുത്തി നിലനിൽപ്പിനായി ശ്രമിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ പിന്നാമ്പുറത്ത് ഹിസ്ബുള്ളയും ഇറാനിയൻ സൈന്യവും ഒരുക്കുന്ന ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും തീർത്ത പ്രതിരോധത്തിന്റെ വൻമതിലുകളെ തകർക്കാൻ ഇസ്രായേലിന്റെ ചാര സംഘടനകൾക്കോ സൈന്യത്തിനോ സാധിക്കില്ലെന്ന് ഓരോ ദിവസവും തെളിയുന്നുമുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാനെ നിരായുധീകരിക്കുക എന്നീ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ആണവായുധം നിർമ്മിക്കുന്നത് തടയാനായി ഇറാന്റെ ആണവ നിലയത്തിലിട്ട ബോംബും വെറുതെയായി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്ക തുറന്നു പറയേണ്ട അവസ്ഥയും ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇറാനിൽ ആഭ്യന്തര സംഘർഷമുണ്ടാക്കാനുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശ്രമം ഉണ്ടാകുന്നത്. അതിന്റെ തുടക്കമാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ട്രംപിന്റെ മുന്നറിയിപ്പും അതിനു മറുപടിയായി ഇറാനിയൻ നേതൃത്വത്തിന്റെ കടുത്ത പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. ഉത്തര കൊറിയയിൽ നേതൃമാറ്റത്തിന്റെ അലയൊലികൾ അതിശക്തമായി പുറത്തുവരുന്നു. കിമ്മിന് പിൻഗാമിയായി മകൾ കിം ചൂയെ വരുന്നു. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാക്കളുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന കുംസുസാൻ കൊട്ടാരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കിമ്മിനൊപ്പം ജുയെയും എത്തിയതാണ് പുതിയ ചർച്ചകളുടെ തുടക്കം. ഇത് അധികാര കൈമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണോ? ഉത്തര കൊറിയൻ രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമുള്ള ഈ ചടങ്ങിൽ ജുയെ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ജനുവരി 1 നടന്ന ചടങ്ങിൽ കിമിനൊപ്പം ഭാര്യ റീസോൾ ജൂയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കുംസുസാൻ ശവകുടീരത്തിന്റെ പ്രധാന ഹാളിൽ ജുയെ മാതാപിതാക്കളുടെ നടുവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ശ്രദ്ധേയമായത്. ഉത്തര കൊറിയൻ സംവിധാനത്തിൽ ചിത്രങ്ങളുടെ സ്ഥാനവും ക്രമവും പോലും കൃത്യമായി കണക്കുകൂട്ടപ്പെട്ടതിനാൽ ജുയെയുടെ സ്ഥാനം ഒരു രാഷ്ട്രീയ സന്ദേശമായി വിലയിരുത്തപ്പെടുന്നു. അതായത്
അവരെ ഒരു പിൻഗാമിയായി രാജ്യം പതുക്കെ അംഗീകരിച്ചു തുടങ്ങുന്നു എന്നതിന്റെ സൂചനയായും ഇതിനെ കണക്കാക്കാം. ഉത്തര കൊറിയയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുംസുസാൻ ശവകുടീരം ഒരു സാധാരണ സ്മാരകമല്ല. രാഷ്ട്രസ്ഥാപകനായ കിം ഇൽ സുങ്യുടെയും മുൻ നേതാവായ കിം ജോങ് ഇല്ലിയുടെയും ശവകുടീരമായ ഈ സ്ഥലം കിമ്മിന്റെ കുടുംബത്തിന്റെ ശക്തമായ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ജുവയുടെ സാന്നിധ്യം ഭാവിയിലേക്കുള്ള ഒരു സൂചനയായി മാറുന്നു. കിം ജോങ് ഉന്നിനെ പോലെ മകളെ ചുറ്റിപ്പറ്റിയും വലിയ നിഗൂഢതകളുണ്ട്. എന്തിനേറെ പറയുന്നു, കിം ജുവെ എന്ന പേര് പോലും യഥാർത്ഥമാണോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കിം ജോങ് ഉന്നിന്റെ ഭാര്യ റീസോൾ ജുവിന്റെയും 3 മക്കളിൽ രണ്ടാമത്തെ ആളാണ് കിം ജുവെ. പേര് മാത്രമല്ല, അവളുടെ പ്രായവും ഇന്നും അജ്ഞാതമാണ്. എങ്കിലും 2010 തുടക്കത്തിലാണ് ജുവെ ജനിച്ചതെന്നാണ് കരുതുന്നത്. കിമ്മിന്റെ 3 മക്കളിൽ രണ്ടാമത്തെയാൾ. കിമ്മിന്റെ മക്കളിൽ പൊതുമധ്യത്തിൽ ഒരേ ഒരാളും ജുവയാണ്. ഏതെങ്കിലും സ്കൂളുകളിലോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ജുവെ പഠിച്ചതിന് യാതൊരു സ്ഥിരീകരണവുമില്ല. 2022 നവംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൽ പരീക്ഷണ വിക്ഷേപണം വേളയിലാണ് കിം ജോങ് ഉന്നിന്റെ മകളെ ലോകമാദ്യമായി കണ്ടത്. അതിനുശേഷം ഒട്ടേറെ പൊതുപരിപാടികളിൽ മകൾ കിമ്മിനൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ കിം കുടുംബത്തിന്റെ ഭരണത്തെ സാധൂകരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രത്യയശാസ്ത്ര ആയുധമാണ് പെക്തു ബ്ലഡ് ലൈൻ. കൊറിയൻ ജനതയുടെ ഉത്ഭവസ്ഥാനമായി കണക്കാക്കുന്ന പുണ്യപർവ്വതമാണ് മൗണ്ട് പെക്തു. കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛനും ഉത്തര കൊറിയയുടെ സ്ഥാപകനുമായ കിം ഇൽ സുങ് ജപ്പാനെതിരെ ഗറില്ല യുദ്ധം നയിച്ചത് ഇവിടെ നിന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഈ പർവ്വതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഉത്തര കൊറിയയെ ഭരിക്കാൻ അവകാശമുള്ളൂവെന്ന് ഭരണകൂടം പ്രചരിപ്പിക്കുന്നു. കിം ജുവയെ ഈയിടെയായി പെക്തു വംശത്തിലെ ഉദയനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അവരെ അടുത്ത ഭരണാധികാരിയായി ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമാണ്. സൈനിക പരേഡുകളിലും മിസൈൽ വിക്ഷേപണ സ്ഥലങ്ങളിലും മകളെ ഒപ്പം കൂട്ടുന്നതിലൂടെ ഈ രക്തബന്ധം തുടരുമെന്ന സന്ദേശമാണ് കിം നൽകുന്നത്. കിം ജുവയുടെ കുംസുസാൻ സന്ദർശനം ഒരു മകൾ പിതാവിനൊപ്പം നടത്തുന്ന വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് ഉത്തര കൊറിയയുടെ അനന്തരാവകാശി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നത് പറയാതെ പറയുകയാണ് കിം. വ്യക്തമായ പ്രഖ്യാപനങ്ങളില്ലാതെ തന്നെ ചിത്രങ്ങളിലൂടെയും ചടങ്ങുകളിലൂടെയും സന്ദേശങ്ങൾ കൈമാറുന്ന ഉത്തര കൊറിയൻ ശൈലി ഈ സംഭവത്തിലും പ്രകടമാണ്. ലോകത്ത് നയതന്ത്രങ്ങളും ചർച്ചകളും പരാജയപ്പെടുന്നിടത്ത് അധികാരം പിടിച്ചെടുക്കാൻ പല വഴികളാണെന്ന് ലോകരാജ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരു മഹാദുരന്തത്തിലേക്കാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സമാധാനവാഹകനായ ട്രംപിന്റെ വക പുതിയ പ്രഖ്യാപനം കൂടി വരുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്താൻ ട്രംപിന്റെ കപ്പലുകൾ വരുന്നു എന്നതാണ് പുതിയ ആശങ്കകൾക്ക് വഴി തുറക്കുന്നത്. എന്താണ് ലോകം കാത്തിരിക്കുന്നത്? ഇത് 3ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരമായ ഒരു ആയുധ പന്തയം ലോകം കണ്ടിട്ടില്ല. ഒരു കപ്പലിന് ഏകദേശം $15 ബില്യൺ, അതായത് 1.25 ലക്ഷം കോടി രൂപ. ഈ കണക്കിൽ 25 കപ്പലുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. ഇതിനായി ശതകോടികളാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് ട്രംപ് വലിച്ചെറിയുന്നത്. ഇത് ചൈനയെ തകർക്കാനാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 3ാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ പിടി പൊട്ടിക്കുകയാണെന്ന വിമർശനവും ശക്തമാണ്. ട്രംപ് ക്ലാസ് കേവലം ഒരു കപ്പലല്ല, മറിച്ച് കടലിലെ ഒരു മരണദൂതനാണ്. 40,000 ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പലിൽ ഹൈപ്പർസോണിക് മിസൈലുകളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുമാണ് സജ്ജീകരിക്കുന്നത്.
ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗണ്ണുകളും ഹൈ പവർ ലേസർ ആയുധങ്ങളും ഇതിനെ അജയ്യനാക്കും. നിലവിലെ US ഡിസ്ട്രോയറുകളെക്കാളും ക്രൂയിസറുകളെക്കാളും വലുപ്പമേറിയതായിരിക്കും ഈ കപ്പൽ. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ അപകടം മറ്റൊന്നാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പനയും AI നിയന്ത്രിത കമാൻഡ് സെന്ററുകളും യുദ്ധം എളുപ്പമാക്കുന്നു. ഒരു ചെറിയ സാങ്കേതിക പിഴവ് പോലും അബദ്ധത്തിലുള്ള ഒരു ആണവ യുദ്ധത്തിന് കാരണമായേക്കാം. ചൈനയെ വെല്ലുവിളിക്കാനായി പണിയുന്ന ഈ ആയുധക്കോട്ടകൾ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ളവയാണ്. മുൻപ് പരാജയപ്പെട്ട കോൺസ്റ്റലേഷൻ ക്ലാസ് ഫ്രിഗേറ്റ് പദ്ധതി പോലെ ഇതും നികുതിപ്പണം പാഴാക്കുന്ന മറ്റൊരു പരാജയമായി തീരുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന എന്ന യാഥാർത്ഥ്യം ട്രംപിനെ അസ്വസ്ഥനാക്കുന്നു. ലോകത്തെ കപ്പൽ നിർമ്മാണത്തിന്റെ 60% ചൈനീസ് കപ്പൽശാലകൾ ചെയ്യുമ്പോൾ അമേരിക്ക ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. ഈ പിന്നോക്കാവസ്ഥ മറികടക്കാൻ നയതന്ത്രത്തിന് പകരം ട്രംപ് ആയുധങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തായ്വാന് 1 ലക്ഷം കോടിയുടെ ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനം ചൈനയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മറുപടിയായി ചൈന തങ്ങളുടെ നാവിക വ്യൂഹം വിപുലീകരിക്കുമ്പോൾ പസഫിക് സമുദ്രം വലിയൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഫലമായി ആഗോള വ്യാപാരം തടസ്സപ്പെടുകയും ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. നയതന്ത്രത്തിന് പകരം ബുള്ളിയിങ് ആണ് ട്രംപിന്റെ രീതി. തീവ്ര ഇടതുപക്ഷ മാലിന്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ ഈ പോക്കിനെ സംശയത്തോടെയാണ് കാണുന്നത്. സമാധാനത്തെക്കാൾ ഉപരി ആയുധം വിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. അമേരിക്കൻ സൈന്യത്തെ തന്റെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ലോകത്തെ സമാധാനത്തിലേക്കല്ല, മറിച്ച് വിനാശത്തിലേക്കാണ് നയിക്കുന്നത്. നൂറ് മടങ്ങ് കരുത്തുള്ള യുദ്ധക്കപ്പലുകൾ നാളെ സമുദ്രത്തിലിറങ്ങുമ്പോൾ അവിടെ ശാന്തി ഉണ്ടാവില്ല. പകരം ഭയത്തിൻ്റെ കരുനിഴലായിരിക്കും ഉണ്ടാവുക. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ട്രംപിൻ്റെ ഈ ഭ്രാന്തമായ നീക്കം കാരണമാകും. സമുദ്രാധിപത്യം തിരിച്ചുപിടിക്കാനുള്ള ട്രംപിൻ്റെ ഈ മോഹം അമേരിക്കയെ ലോകത്ത് ഒറ്റപ്പെടുത്തുകയും പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്യും. സമുദ്രങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ യുദ്ധത്തിനാണോ എന്ന് കാലം തെളിയിക്കും. സൊമാലിലാൻഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനത്തെ ലോകം ആശങ്കയോടെയാണ് കേട്ടത്. അതിന് കാരണവുമുണ്ട്. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, മറിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പുതിയൊരു അസ്ഥിരതയുടെ വിത്തുപാകലാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഒരു രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള വിഘടനവാദ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന അധിനിവേശ രാഷ്ട്രീയമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സൊമാലിയൻ ഗവൺമെന്റിന്റെയും ആഫ്രിക്കൻ യൂണിയന്റെയും കടുത്ത പ്രതിഷേധങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഈ ഇടപെടൽ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. മാത്രമല്ല, വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ വഴിമരുന്നിടുകയും ചെയ്യും. ചെങ്കടലിന്റെ തീരത്തും ആഫ്രിക്കൻ മുനമ്പിന്റെ സങ്കീർണമായ രാഷ്ട്രീയ പടവുകളിലും പതിറ്റാണ്ടുകളായി കടുത്ത സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഓരോ രാഷ്ട്രത്തിനും തങ്ങളുടെ നയതന്ത്ര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അവകാശമുണ്ടെങ്കിലും സൊമാലിലാൻഡിന്റെ വിഷയത്തിൽ ഇസ്രയേലിന്റെ സമീപനം
നയതന്ത്ര രീതികളെ ലംഘിക്കുന്നതാണെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. 1991 സൊമാലിയയിൽ നിന്ന് ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഈ പ്രദേശം ഇന്നുവരെ അന്തർദേശീയ അംഗീകാരം നേടിയിട്ടില്ല. എന്നാൽ ഇസ്രായേൽ അംഗീകരിച്ചതോടെ സൊമാലിയയുടെ സ്വാധീനത്തെ വെല്ലുവിളിക്കാൻ സൊമാലിലാൻഡിന് കഴിയും. സൊമാലിയ, തുർക്കി, ഈജിപ്റ്റ്, ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങി ഒന്നിലധികം രാജ്യങ്ങൾ നൽകിയ ശക്തമായ പ്രതികരണവും ഇതേ ആശങ്ക തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സൊമാലിലാൻഡിനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇസ്രായേൽ പ്രദേശത്ത് തങ്ങളുടെ സുസ്ഥിര സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നീക്കമാണോ ആരംഭിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ചെങ്കടലിലേക്ക് നേരിട്ടുള്ള ആക്സസ് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി ഗ്രൂപ്പുകളെ നിരീക്ഷിക്കാനും തിരിച്ചടിക്കാനും ഇസ്രായേലിന് കഴിയും. യമനുമായി അടുത്തു കിടക്കുന്ന മേഖലയാണ് സൊമാലിലാൻഡ്. ഏദൻ കടലിടുക്കിന്റെ അപ്പുറം യമനാണ്. സൊമാലിലാൻഡിൽ നിന്ന് യമൻ തലസ്ഥാനമായ സന്നായിലേക്കും അൽ മുഗല്ല തുറമുഖത്തേക്കും വലിയ ദൂരമില്ല. യമനിലെ ഹൂതികളെ നേരിടാനാണ് ഇസ്രായേൽ സൊമാലിലാൻഡിനോട് സൗഹൃദം സ്ഥാപിക്കുന്നത്. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ ഏദൻ കടലിടുക്കിൽ നേരിട്ടത് ഹൂതികളായിരുന്നു. ഈ മേഖലയിൽ ഇസ്രായേലിന് താവളം നിർമ്മിക്കാനും സൊമാലിലാൻഡിനെ ഉപയോഗിക്കാനാകും. ലോകത്ത് മറ്റൊരു രാജ്യവും തങ്ങളെ അംഗീകരിക്കാത്തതും സൊമാലിയയിൽ നിന്ന് കടുത്ത ഭീഷണി നേരിടുന്നതുമായ സാഹചര്യത്തിൽ ഇസ്രായേൽ ബന്ധം സൊമാലിലാൻഡിനും സഹായമാണ്. ലാണ് ഹിതപരിശോധനയ്ക്ക് ശേഷം സൊമാലിലാൻഡിന് ഔദ്യോഗിക ഭരണഘടന നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പും ഭരണ സംവിധാനങ്ങളും കോടതിയും വന്നു. സ്വന്തം പോലീസും സൈന്യവുമുണ്ട്. സൊമാലിയയിൽ ആഭ്യന്തര സംഘർഷവും കലാപവും വർദ്ധിക്കുമ്പോഴും സാമാന്യം സ്ഥിരതയുള്ള ഭരണ സംവിധാനമാണ് സൊമാലിലാൻഡിലേത്. കഴിഞ്ഞ വർഷം അബ്ദുല്ലാഹി അധികാരത്തിലെത്തിയതോടെ അന്താരാഷ്ട്ര അംഗീകാരത്തിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. ലോകത്തെ തിരക്കേറിയ കപ്പൽപാത ഗൾഫ് ഓഫ് ഏദനുമായി തൊട്ടടുത്തു നിൽക്കുന്ന സ്ഥലമായിട്ടും അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാതിരുന്നത് വലിയ തിരിച്ചടിയായാണ് ഇക്കാലമത്രയും രാജ്യം കണ്ടിരുന്നത്. ഇസ്രായേൽ ഇവരെ അംഗീകരിച്ചതോടെ ഇത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സൊമാലിലാൻഡിലെ ഇസ്രായേലിന്റെ നീക്കം തങ്ങൾക്കെതിരെയുള്ള നീക്കമായി കണക്കാക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇതിനിടെയാണ് ഗാസക്കാരെ കുടിയൊഴിപ്പിച്ച് ഇവിടേക്ക് തള്ളാനുള്ള ശ്രമം നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തുവരുന്നത്. അങ്ങനെയൊരു നീക്കം നടന്നാൽ അതിനെ അംഗീകരിക്കില്ലെന്നും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും സൊമാലിയ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ഇനിയുള്ള നീക്കങ്ങൾ പ്രദേശത്ത് സമാധാനം വളർത്തുകയായിരിക്കില്ല, മറിച്ച് പുതുയുദ്ധത്തിന്റെ വിത്ത് വിതറുമെന്ന കാര്യത്തിലും സംശയമില്ല. ലോകത്തെവിടെ സംഘർഷമോ യുദ്ധമോ ഉടലെടുത്താൽ അവിടെ പ്രത്യക്ഷമായോ അദൃശ്യമായോ അമേരിക്കയുടെ ഇടപെടലുണ്ടാകും. 2026 അതേ നിലപാടിൽ മാറ്റമില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇറാനിലും സൊമാലിയയിലും ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. വീണ്ടും കാണാം ഭൂലോക വിശേഷങ്ങളുമായി അടുത്ത വാരം.